സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ സജീവമാണ്. ഓരോ മുന്നണിയിലും റിപ്പോർട്ടർ ഇലക്ഷൻ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കൊല്ലം മണ്ഡലം നിലനിർത്താൻ തന്ത്രങ്ങൾ മെനയുകയാണ് CPIM. സിറ്റിംഗ് MLA M മുകേഷിനെ മാറ്റുന്നു. പകരം ആരുവരും? യുവമുഖങ്ങൾക്ക് അവസരം നൽകാനാണ് ആലോചന. അഡ്വക്കേറ്റ് SR രാഹുൽ, ചിന്ത ജെറോം എന്നിവരാണ് പരിഗണനയിലുള്ളത്. മുതിർന്ന നേതാക്കളായ S ജയമോഹൻ, PK ഗോപൻ എന്നിവരും സാധ്യതാ ലിസ്റ്റിലുണ്ട്. നാളെ ഏതായാലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം ചർച്ചയാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഗോപാൽ ശീലാസനലാണ് ചേരുന്നത്. ഗോപാൽ, മുകേഷിന് സീറ്റില്ല എന്ന് ഉറപ്പായിരിക്കുന്നു. പകരം ആര്? ചിന്ത ജെറോം ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പരിഗണനയിലുണ്ട്. ഏതായാലും CPM-ൽ എങ്ങനെയാണ് ചർച്ചകൾ? വിനീത, CPM-ൽ തകൃതിയായി തന്നെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കൊല്ലം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം LDF-ന് വലിയ സാധ്യതയുള്ള, ഏറെ നാളായി LDF-നൊപ്പം ചേർന്ന് നിൽക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും മുകേഷ് MLA ആയിരുന്നു കൊല്ലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. എന്നാൽ ഇത്തവണ മുകേഷിന് സീറ്റ് നൽകേണ്ടതില്ല, പകരം യുവമുഖങ്ങളെ പരീക്ഷിക്കാമെന്നുള്ള ഒരു ആലോചനയിലേക്ക് നേതൃത്വം എത്തിയിരിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനമായും രണ്ട് പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. യുവമുഖങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ DYFI നേതാക്കൾ എന്ന നിലയ്ക്ക് അതിലൊന്ന് അഡ്വക്കേറ്റ് SR രാഹുലാണ്. SR രാഹുലിനെ സംബന്ധിച്ചിടത്തോളം DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പട്ടത്താനം സർവീസ് സഹകരണ ബാങ്കിൽ SR രാഹുലാണ് നിലവിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഏകദേശം 35 വർഷത്തോളമായി കോൺഗ്രസിന്റെ ഭരണസമിതി ഉണ്ടായിരുന്ന ആ ബാങ്കിൽ SR രാഹുലിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നു. അത് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നു. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് രാഹുലിന് വലിയ രീതിയിലുള്ള സ്വീകാര്യതയുണ്ട് എന്ന തരത്തിലേക്കാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സജീവമായി രാഹുലിന്റെ പേര് ഈ പട്ടികയിലുണ്ട് എന്ന് പറയേണ്ടതായിരിക്കുന്നു. മറ്റൊന്ന് ചിന്ത ജെറോമിന്റെ പേരാണ്. കേരളത്തിലെ തന്നെ, അല്ലെങ്കിൽ കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെയുള്ള വനിതാ മുഖങ്ങളിലൊന്നായി ഉയർന്നു കേൾക്കപ്പെടുന്ന, സജീവമായി ചർച്ച ചെയ്യുന്ന പേരുകൾ ഒന്നാണ് ചിന്ത ജെറോമിൻ്റെത്. ചിന്ത ജെറോമിനെ പരിഗണിക്കുകയാണെങ്കിൽ കൊല്ലം മണ്ഡലം അല്ലെങ്കിൽ കുണ്ട്ര മണ്ഡലം എന്ന തരത്തിലേക്കാണ് ആലോചനകൾ ഉയരുന്നത്. ചിന്തയ്ക്ക് സീറ്റ് നൽകുകയാണെങ്കിൽ സാധ്യതയുള്ള സീറ്റുകളിൽ ഒന്ന് കൊല്ലം തന്നെയാണ്. അതേസമയം തന്നെ മുതിർന്ന പേരുകളിലേക്ക് വരികയാണെങ്കിൽ S ജയമോഹൻ നിലവിലെ കൊല്ലം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറിയാണ്. മുൻ ജില്ലാ സെക്രട്ടറി സുദേവൻ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മാറി നിന്നതിനാൽ ആക്ടിംഗ് ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് S ജയമോഹനാണ്. S ജയമോഹനെ സംബന്ധിച്ചിടത്തോളം സുദേവന് ചാർജ് കൈമാറിയില്ലെങ്കിൽ S ജയമോഹൻ ഇത്തരത്തിൽ ജില്ലാ സെക്രട്ടറിയായി തന്നെ തുടരും. അല്ലാത്ത പക്ഷം മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള PK ഗോപനാണ്. PK ഗോപന്റെ പേരും സജീവമായി തന്നെ കൊല്ലം മണ്ഡലത്തിൽ ചർച്ചയാകുന്നുണ്ട്. ശരി, ഗോപാൽ ശീലാസനിലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും മുകേഷിന് പകരം ആരാകും CPM-ന്റെ സ്ഥാനാർത്ഥിയാവുക എന്ന ആകാംക്ഷ പാർട്ടിക്കകത്തും പുറത്തും ഒക്കെ തന്നെയുണ്ട്. ഏതായാലും ചർച്ചകൾ സജീവമായി തന്നെ തുടരുന്നു. ഉടൻ തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.